ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖം നമ്മൾ സ്ഥലക്കച്ചവട കാര്യങ്ങൾക്കെല്ലാം വന്നു കേട്ടാ. എൻ്റെ നാട്ടുകാരനായ ഈ അയ്യപ്പൻകുട്ടി ഇവൻ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ മുന്നർക്കോട് പോസ്റ്റ് കേട്ടോ വാഴൂർ എന്ന ദേശത്താണ് താമസിക്കുന്നത്. എൻ്റെ അയൽവാസിയാണ്. അപ്പോൾ എൻ്റെ നാടാണ് ഈ കാണുന്നുണ്ടോ, നല്ല പ്രകൃതി ഭംഗിയുള്ള നാടൊക്കെ കാണിച്ചു കൊടുത്താൽ. അപ്പോൾ ഇവനിക്ക് ഒരു കുട്ടിന് ആവശ്യമുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയൊക്കെയുള്ള നല്ല സൂപ്പർ നാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന് കയ്യിനോ കാലിനോ യാതൊരു കേടുമില്ല. ചിലർ വിചാരിക്കും എൻ്റെ വീഡിയോ ഇടുമ്പോൾ കയ്യിനോ കാലിനോ കേടുണ്ട്. അങ്ങനെ യാതൊരു സംഭവമില്ല. അധ്വാനിക്കുന്നുണ്ട്. അവന് പപ്പട കച്ചവടമാണ്. അപ്പോൾ അവന് ജാതിയോ മതമൊന്നും പ്രശ്നമില്ല. അവൻ എന്ന് പറഞ്ഞാൽ ചെട്ടിയാരാണ് അല്ലേ? ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എൻ്റെ വയസ്സ് 42 വയസ്സ്. ജാതിയോ മതക്കില്ല. ഏത് ജാതിയാലും കുട്ടിയെ ഞാൻ നോക്കും. പിന്നെ വേറെ പറയാനുള്ള പെങ്ങന്മാർ എത്ര ആളുണ്ട്? പെങ്ങന്മാർ 3 പെൺമക്കളുണ്ട്. പെങ്ങന്മാർ 3 ഏട്ടന്മാരുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞു. അവരുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഈ തറവാട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് മാത്രമേ? തറവാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ കൊണ്ടുവരുന്ന കുട്ടിനെ പൊന്നു പോലെ നോക്കൂലേ? കൊണ്ടുവരുന്ന കുട്ടിക്ക് പൊന്നു പോലെ ഞാൻ നോക്കും. മരിക്കും വരെ നോക്കും അല്ലേ? നമുക്ക് വേറെ കേടൊന്നുമില്ല. നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ജീവിക്കണം. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ആ കുട്ടി ജന ഇപ്പോൾ വീട്ടിലുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഈ ചാനൽ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക. കാരണം എന്താണെന്ന് പറയുക, 42 വയസ്സായി, ഇതുവരെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന് നല്ലൊരു വധുവിനെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. മാത്രമല്ല കയ്യിനോ കാലിനോ കേടൊന്നും ഒരു കേടുമില്ല, ഒരു വികലാംഗത്തരൊന്നുമില്ല കേട്ടോ. ചിലർ വിചാരിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന്. ഒരു കംപ്ലൈൻറ്റും ഇവനില്ല. അധ്വാനിക്കാൻ പോകുന്നുണ്ട്, വൈകുന്നേരത്ത് വീട്ടിൽ വരുന്നുണ്ട്. യാതൊരു ദുർശീലങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിലാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇനി വേറെ എന്താ എനിക്ക് പറയാനുള്ളത്? നല്ലൊരു കുട്ടിയെ കിട്ടിയാൽ പോലെ. നല്ല കുട്ടിയെ കിട്ടിയാൽ അത് എവിടുന്നായാലും കുഴപ്പമില്ല. എവിടുന്നായാലും കേരളത്തിൽ നിന്ന് എവിടുന്നായാലും കുഴപ്പമില്ല. കേരളത്തിൽ ഏത് കുട്ടികളായാലും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ദൂരമായാലും കുഴപ്പമില്ല. നിലമ്പൂരോ എവിടെയായാലും കുഴപ്പമില്ല. എവിടേക്ക് വേണമെച്ചാൽ ഇതാകാം. അപ്പോൾ വരുന്ന കുട്ടി നല്ല കുട്ടിയാണ്. വരുന്ന കുട്ടിക്ക് നല്ല കുട്ടികൾ വേണം. നല്ല കുട്ടി വേണമെന്ന് മാത്രമല്ല, ഇവന് പിന്നെ ഒറ്റക്കായതുകൊണ്ട് എന്തായാലും ഇവൻ ആ വരുന്ന കുട്ടീനെ നോക്കുന്നുള്ള ഞങ്ങൾക്ക് പരിപൂർണ്ണ ബോധ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ വന്ന് അന്വേഷിച്ചോളി, യാതൊരു സംശയമില്ല. അത് വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി മതി. വളരെ പാവപ്പെട്ട വീട്ടിൽ പറഞ്ഞാൽ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടി മതി. കാരണം അവനൊരു പാവപ്പെട്ടവനാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒരു പെൺകുട്ടി അവനെ നോക്കാനും അവൻ്റേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒറ്റയ്ക്കോ എങ്ങനെയും കുടുംബത്തിൽ ഏതെങ്കിലും പാവപ്പെട്ടതുണ്ടെങ്കിൽ ഒരു 10-35 വയസ്സായത്, ഇനിയിപ്പോൾ ഒന്ന് ഡൈവേഴ്സ് ചെയ്താണെങ്കിൽ കുഴപ്പമില്ല. ഏതായാലും ഒരു ചെറിയ ഡൈവേഴ്സ് ആയതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സ്നേഹമുള്ള ഒരു കുട്ടിനാണ് നമുക്ക് ആവശ്യം. അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് പറയാനില്ലല്ലോ. നമുക്ക് നല്ലൊരു കുട്ടിയെ കിട്ടിയാൽ പോലെ. നല്ല കുട്ടിയെ കിട്ടിയാൽ അല്ലേ? നല്ല കുട്ടിയെ കിട്ടിയാൽ ബാക്കി അത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് നല്ലൊരു കുട്ടിനെ കിട്ടിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ഒരു പുതിയാപ്പിള പോലെ ചിലവും കാര്യങ്ങളൊക്കെ എൻ്റെ വകയാണ്. എൻ്റെ നാട്ടുകാരനാണേ. അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ എൻ്റെ വകയാണ്. എല്ലാം എൻ്റെ വക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണട്ടില്ലേ. കാരണം എന്താ അറിയോ, ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, 42 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ടവർ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ഗ്രൂപ്പിലേക്കും. എങ്കിലും ഇതിപ്പോൾ വികലാംഗോ മറ്റൊന്നുമില്ല കേട്ടോ, ഒക്കെ ക്ലിയറാണ്. അപ്പോൾ ചിലവരുണ്ടാവും വികലാംഗമുള്ളവർ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുള്ളവർ, അങ്ങനത്തെ ഡൈവേഴ്സ് ആയത് കുട്ടികൾ, അങ്ങനത്തെ ഇത് ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് ഇതേമാതിരി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മളെ സമീപിച്ചോളി. നമ്മുടെ നമ്പർ ഉണ്ടാവും. നമ്മൾ ബിസ്മി റിയൽ എസ്റ്റേറ്റാണ് ചെയ്യുന്നത്. ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് നമ്പർ, എൻ്റെ നമ്പർ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവന് നല്ല ഒരു സൂപ്പർ കുട്ടിനെ വേണ്ടത് കേട്ടോ. അതൊരു 35-36 വയസ്സായിക്കോട്ടെ, പ്രശ്നമില്ല. ഇവനനുസരിച്ചൊരു കുട്ടിനെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുമ്പോൾ ഷെയർ ചെയ്യണം. കാരണം ഒറ്റപ്പെട്ട് പോവുകയാണ്. അവൻ്റെ അമ്മ മരണപ്പെട്ടു, പെങ്ങന്മാർ കല്യാണം കഴിഞ്ഞ് പോയി, ജ്യേഷ്ഠന്മാർ വേറെ വീട് വെച്ച് പോയി. അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവങ്ങനെ രാവിലെ പോകണം, വൈകുന്നേരത്തെ അധ്വാനം കഴിഞ്ഞിട്ട് വരുന്നു. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ മറ്റുള്ളതിനോ അവന് ആളില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം പരമാവധി എല്ലാ ഗ്രൂപ്പിലേക്കൊന്നും എത്തട്ടെ. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ ഫാമിലിയിലോ സുഹൃത്തുക്കൾക്കോ എൻ്റെ ഇതേപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. എവിടെയാണെങ്കിലും ഞാൻ വന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.